റഷ്യൻ ഡ്രോണുകൾ നാറ്റോ അതിർത്തി കടന്നെത്തിയതിൽ യൂറോപ്പിലെമ്പാടും വലിയ ആശങ്ക. അതിർത്തി കടന്നെത്തിയ 19 ഡ്രോണുകൾ പോളണ്ട് വെടിവെച്ചു വീഴ്ത്തി. ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ യൂറോപ്പ് എന്ന ആശങ്ക ഇതോടെ കൂടുതൽ ശക്തമായി. MG മിഥുൻ നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി വീണ്ടും ചേരുകയാണ്. മിഥുൻ, അന്താരാഷ്ട്ര നിയമങ്ങൾ പോലും ലംഘിച്ചുകൊണ്ടാണോ റഷ്യ മുന്നോട്ട് പോകുന്നത്? എത്രത്തോളം വലിയ ആശങ്കയാണ് മുന്നിലുള്ളത്? ആര്യ, മറ്റൊരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് യൂറോപ്പ് നീങ്ങുന്നു എന്നുള്ള വിവരങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. കാരണം പ്രത്യേകിച്ച് 1949 നാറ്റോ ആർട്ടിക്കിൾ 4 കരാർ അത് ലംഘിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടി റഷ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. റഷ്യ അത് പക്ഷേ അംഗീകരിച്ചിട്ടില്ല. ഇങ്ങനൊരു ആക്രമണം തങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് റഷ്യ പറയുന്നതെങ്കിൽ പോലും തന്നെ കൃത്യമായി പോളണ്ടിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് 19 ഡ്രോണുകൾ പറക്കുകയും ഒപ്പം തന്നെ അത് വെടിവെച്ച് വീഴ്ത്താൻ സാധിച്ചു എന്നാണ് പോളണ്ട് ആരോപിക്കുകയും ചെയ്യുന്നത്. പക്ഷേ നമുക്കിതിൽ ചേർത്ത് വായിക്കപ്പെടേണ്ട ചില കാര്യങ്ങളുണ്ടായിരുന്നു. അടുത്തിടെ 2 ആഴ്ചയ്ക്ക് മുമ്പാണ് ഫ്രാൻസും ഒപ്പം തന്നെ ജർമ്മനിയും ചില സുപ്രധാന നിർദ്ദേശം അവിടുത്തെ ആശുപത്രികൾക്ക് നൽകിയത്. കാരണം 2026 ഒരു യുദ്ധത്തിലേക്ക് തയ്യാറായിരിക്കണം, യുദ്ധത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് സജ്ജരായിരിക്കണം. പ്രത്യേകിച്ച് ഈ യൂറോപ്പ് കേന്ദ്രീകരിച്ച ഒരു യുദ്ധമുണ്ടായാൽ അതിൽ ഈ സൈനികരെ ചികിത്സിപ്പിക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ ആശുപത്രികൾ സജ്ജമായിരിക്കേണ്ടത് ഫ്രാൻസിലും ജർമ്മനിയിലുമാണ്. അതുകൊണ്ട് തന്നെ അതിനുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ തന്നെ തുടങ്ങണമെന്നുള്ളൊരു നിർദ്ദേശമായിരുന്നു നൽകുകയും ചെയ്തത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇങ്ങനെ ഒരു ആക്രമണം റഷ്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 19 ഡ്രോണുകളാണ് പോളണ്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് റഷ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതെല്ലാം മുഴുവൻ തകർക്കാൻ പോളണ്ടിനെ സംബന്ധിച്ച് സാധിക്കുകയും ചെയ്തു. മറ്റൊന്ന്, നാറ്റോയുടെ ഒരു പ്രഖ്യാപിത നയമുണ്ട്. അതായത് നാറ്റോ രാജ്യങ്ങളെ ആക്രമിച്ചാൽ അത് ആ രാജ്യങ്ങൾ മുഴുവൻ ആരാണോ അറ്റാക്ക് ചെയ്തത് അവരെ ആ രാജ്യങ്ങൾ മുഴുവൻ ചേർന്നുകൊണ്ട് തിരിച്ചടിക്കുന്ന ഒരു സമീപനം ഉണ്ടാകുമെന്നുള്ളതാണ് നാറ്റോയുടെ ഒരു പ്രഖ്യാപിത നയം. ആ നയം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷേ യൂറോപ്പ് മറ്റൊരു സമാനമായ സാഹചര്യത്തിലേക്ക് പോകുമോ, അല്ലെങ്കിൽ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വഴിത്തിരിയുമോ ഈ ഒരു സംഘർഷങ്ങൾ എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടിയിരിക്കുന്നത്. കാരണം പ്രത്യേകിച്ച് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് ഇങ്ങനെയൊരു കരാറിൽ ഏർപ്പെടുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ കരാറാണ് ഇപ്പോൾ റഷ്യ ലംഘിച്ചിരിക്കുന്നത് എന്നൊരു ആരോപണം ശക്തമാവുകയും ചെയ്തിരിക്കുന്നത്. മറ്റൊന്ന്, നമുക്കറിയാം 2014 യുക്രൈനിലേക്ക് റഷ്യ ആദ്യ ആക്രമണം നടത്തുകയും പിന്നീട് ക്രിമിയ പിടിച്ചെടുക്കുകയും ചെയ്തത്. പിന്നീട് 2022 വീണ്ടും ഒരു അറ്റാക്ക് യുക്രൈനു നേരെ റഷ്യ ആരംഭിക്കുന്നത്. അത് റഷ്യയെ ചൊടിപ്പിച്ചത് നാറ്റോ അംഗത്വം എടുക്കുന്നതിന് വേണ്ടിയുള്ള യുക്രൈൻ്റെ ശ്രമമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശ്രമമാണ് മറ്റൊരു സംഘർഷത്തിലേക്കും പിന്നീട് ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്കും ഒരു യുദ്ധത്തിലേക്കും വഴിവെക്കുകയും ചെയ്തത് എന്നുള്ളതാണ്. 2022 മുതൽ ആരംഭിച്ച ആ യുദ്ധം ഇപ്പോഴും അനന്തമായി നീണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിലും ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം പല കോണുകളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട് എങ്കിൽ പോലും തന്നെ അതൊന്നും തന്നെ എങ്ങും എത്താത്ത സ്ഥിതിവിശേഷമുണ്ട്. ഒപ്പം തന്നെ നമുക്കറിയാം അലാസ്കയിൽ നടന്ന ആ ചർച്ചയിൽ ട്രംപും പുടിനുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ ഒരു പ്രതീക്ഷയുടെ കണിക ബാക്കിയുണ്ടായിരുന്നു. ഉടൻ തന്നെ ഈ സമാധാന ഉടമ്പടിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും, യുദ്ധം ഉടൻ അവസാനിക്കുമെന്നൊക്കെയായിരുന്നു കരുതിയെങ്കിൽ പോലും തന്നെ പിന്നീട് അതൊക്കെ വഴിവിട്ടു പോകുന്നതാണ് നമ്മൾ കാണുകയും ചെയ്തത്. കാരണം ഈ തുടർ ചർച്ചകളിലേക്ക് പിന്നീട് കാര്യങ്ങൾ നീങ്ങിയില്ല എന്നതാണോ സാഹചര്യം? തീർച്ചയായും അതുപോലെ തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആദ്യ ചർച്ചകൾ നടന്നത് അലാസ്കയിൽ ട്രംപിന്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് പുടിൻ എത്തുന്നു. അവിടെ കൃത്യമായി ചർച്ചകൾ നടക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് 10 വർഷത്തിന് ശേഷമായിരുന്നു US-ലേക്ക് പുടിൻ എത്തുന്നത് എന്നുള്ള പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ അലാസ്കയിൽ ഒരു ചരിത്രമുറങ്ങുന്ന മണ്ണിൽ നടത്തിയ ആ ഒരു ചർച്ച എങ്ങും എത്താതെ പോയി എന്ന് നമുക്ക് അന്ന് അനുമാനിക്കാൻ സാധിക്കില്ലായിരുന്നു. പക്ഷേ പിന്നീട് രണ്ടാമത് അന്ന് തന്നെ ട്രംപിനെ പുടിൻ റഷ്യയിലേക്ക് ക്ഷണിച്ചിരുന്നു. ഈ 2ാം ഘട്ട ചർച്ച ഇത് സംബന്ധിച്ച് ചർച്ചകൾ മോസ്കോയിൽ വെച്ച് നടത്താമെന്നുള്ളൊരു നിർദ്ദേശമായിരുന്നു പുടിൻ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. പക്ഷേ തങ്ങളെ 3 വർഷക്കാലമായി ഇത്രയും അധികം രീതിയിൽ രക്തച്ചൊരിച്ചിലുണ്ടാകുകയും ഞങ്ങളുടെ സൈനികരെ നിരവധി പേരെ നഷ്ടപ്പെടുകയും ഒപ്പം തന്നെ കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്ത ഒരു രാജ്യത്തേക്ക് ഒരു ചർച്ചയ്ക്കും തയ്യാറില്ല എന്ന നിലപാട് വ്ളാഡിമിർ സെലൻസ്കി സ്വീകരിച്ചതാണ് ട്രംപിനെ അത് ആശയക്കുഴപ്പത്തിലാക്കുകയും ചെയ്തത്. മറ്റൊന്ന്, ഇതിൻ്റെ ഒരു സമവായ നീക്കം എന്ന രീതിയിൽ ഒരു തരത്തിലും മോസ്കോയിലേക്ക് പോകാൻ സാധിക്കില്ല ഈ ചർച്ചകൾക്കായി. അതുകൊണ്ട് തന്നെ മറ്റൊരിടത്തിലേക്ക്, പ്രത്യേകിച്ച് ഹംഗറി പോലുള്ളൊരു രാജ്യത്തിലേക്ക് ഈ ഒരു ചർച്ചകൾ
നടത്താം, അതിന് മധ്യസ്ഥ വഹിക്കാം ഡൊണാൾഡ് ട്രംപ്. അങ്ങനെ ഒരു ത്രികക്ഷി സമ്മേളനം നടത്തിക്കൊണ്ട് ഇതിലൊരു പരിഹാരം കാണാമെന്നുള്ളൊരു നിർദ്ദേശമായിരുന്നു, ഒരു സമമായ നീക്കം എന്ന രീതിയിൽ ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. പക്ഷേ അതിൽ നിന്ന് ഒട്ടും അടുക്കാതെ വ്ളാഡിമിർ പുടിൻ അതിൽ ഒരു അനുകൂല നിലപാട് സ്വീകരിക്കാതെ പിന്നോട്ട് പോയതാണ് ഈ ചർച്ചകളൊക്കെ വഴിമുട്ടുകയും ചെയ്തതെന്നുള്ളതാണ്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലും സമാനമായ ആക്രമണം യുക്രൈന് നേരെ റഷ്യയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ ഡ്രോൺ അറ്റാക്ക് പോളണ്ടിന് നേരെ ഉണ്ടാവുകയും ചെയ്തത്. നാറ്റോയുടെ അംഗമായ ഒരു രാജ്യത്തേക്ക് കൂടി ഇങ്ങനെ ഒരു കടന്നുകയറ്റം ഉണ്ടായതോടുകൂടി ഇനി എന്ത് നിലപാടായിരിക്കും നാറ്റോ രാജ്യങ്ങൾ സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറേ കാലങ്ങളായി യുക്രൈന് സഹായം നൽകുന്നത് നാറ്റോ രാജ്യങ്ങളും ഒപ്പം തന്നെ US-ഉമാണ്. ഇതിനിടയിൽ ഇങ്ങനെ ഒരു ആക്രമണം കൂടി ഉണ്ടായതോടുകൂടി ഒരുപക്ഷെ മറ്റൊരു തലത്തിലേക്ക് ഈ യുദ്ധം മാറുമെന്നുള്ള ഒരു ആശങ്കയാണ് പ്രത്യേകിച്ച് ഈ രംഗത്തുള്ള വിദഗ്ധരൊക്കെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. യൂറോപ്യൻ രാജ്യങ്ങൾ, നാറ്റോ അംഗത്വമുള്ള രാജ്യങ്ങളൊക്കെ ഇനി ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ്. ഇത് സംബന്ധിച്ച് US-ന്റെ ഭാഗത്തുനിന്ന് ഒരു ഔദ്യോഗിക പ്രതികരണം ഇതുവരെയും വന്നിട്ടില്ല. ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചു വരികയാണ് എന്നാണ് വൈറ്റ് ഹൗസ് ഒടുവിൽ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും റഷ്യ ഇതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഒരു തരത്തിലും തങ്ങൾ പോളണ്ടിനെ ആക്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് അവർ നൽകുന്ന വിശദീകരണം. യെസ്, ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്ന വലിയ ആശങ്കയും മുന്നിൽ നിൽക്കുന്നുണ്ട്. MG മിഥുനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.